എങ്ങനെയുണ്ട് മറ്റേ ഹായ്, ഇപ്പോൾ പാലായിലാണ്. പുതിയ രുചികൾ തേടിയുള്ള യാത്രയിൽ എന്നെ കൊണ്ടെത്തിച്ചത് പാലായിലാണ്. പാല പഴയ റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയിലാണ്. പാല KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസാണ് പഴയടം റെസ്റ്റോറൻറ്റിലേക്കുള്ളത്. പാലായിൽ വന്നിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പാലായി വന്നിട്ട് 2-3 മാസം ആയതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇത് പാല തൊടുപുഴ റൂട്ടാണ്. പാല തൊടുപുഴ റൂട്ടിലാണ് ഈ പഴയടം റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെയാണ് പാല ബൈപ്പാസിലേക്കും പോകുന്നത്. ഇതിലൂടെയാണ് ബൈപ്പാസ് ലക്ഷ്യമാക്കി പോകുന്നത്. ബൈപ്പാസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പഴയടം റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പഴയടം റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് സദ്യയാണ്. സദ്യക്ക് 160 രൂപയാണ് വില വരുന്നത്. സദ്യയാണ് ഏറ്റവും ഫേമസ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയതേ ഉള്ളൂ. ഒരു 12 മണിയൊക്കെ ആയിരുന്നെങ്കിൽ സദ്യ കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പഴയടം രുചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയടം രുചി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. AC റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. മതം വെച്ച് ഞാൻ മറ്റുണ്ടല്ലോ മറ്റേ ഈ സംഭവമില്ലേ ഞാൻ എപ്പോഴും ഒരു ഇത് കാണുന്നത് ആ വീഡിയോ വെച്ച് ഞാനുള്ള ഇട്ടാലോ പോലെ. പരിപ്പോട് എങ്ങനെയുണ്ട്? പരിപ്പോട് എങ്ങനെയുണ്ട്? ഇതിനെങ്ങനെയുണ്ട്? മസാല ദോശ എങ്ങനെയുണ്ട്? പൊടി സാധനമാണോ? ക്ഷാമ കൊടുക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ എങ്ങനെയുണ്ട്? മറ്റേ ഗീ റോസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. ഗീ റോസ്റ്റ് പറഞ്ഞറിയിച്ചെന്ന് പറയട്ടെ. ഇതുണ്ട് ഗീ റോസ്റ്റ്. ഫുഡൊക്കെ അടിച്ച് പഴയടം രുചിയിൽ നിന്നിറങ്ങി ഇനി നേരെ ഈരാറ്റുപേട്ടയിലേക്കാണ്. പാലായിൽ നല്ലൊരു ചെറിയ റെസ്റ്റോറൻറ്റുകളൊന്നും പാലായിൽ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. ഉള്ളത് ഇതുപോലെയുള്ള പ്രീമിയം റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ പാലായിൽ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജാണ് ഇത്. പാലായിൽ നല്ല ഫുഡ് കിട്ടുന്നത് പ്രീമിയം റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് ലോക്കൽ റെസ്റ്റോറൻറ്റുകൾ നല്ല ഫുഡ് കിട്ടുന്നതൊന്നും ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. ഇതാണ് EC ബേ ഇപ്പുറത്തെ പുളിമുട്ടിൽ. അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. 30 രൂപയാണ് റേറ്റ്. നല്ല അടിപൊളി തണുത്ത കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. ഇവിടെ കരിക്കും അവൈലബിളാണ്. ഞാൻ നോക്കിയപ്പോൾ ഞാനിതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ് ആലോചിച്ചത്. ഈ കരിമ്പിൻ ജ്യൂസ് ഇത് കണ്ടപ്പോൾ അതായത് ഒരു ഗ്ലാസ്സിന് 30 രൂപ. ഇത് 1 ലിറ്റർ ഡീസൽ മതി. ഒരു ദിവസം മുഴുവൻ ഇത് പാർക്ക് ചെയ്യാൻ 1 ലിറ്റർ ഡീസൽ മതി. അപ്പോൾ ഒരു എന്തായാലും കുറഞ്ഞത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 ഗ്ലാസ്സെങ്കിലും ഒരു ദിവസം വിൽക്കും. എങ്ങനെ പോയാലും പുള്ളിക്ക് ഒരു 3000 രൂപ 2000 രൂപ പ്രോഫിറ്റ് ഷുവറാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് വീട്ടക്കും MBAയും ഒക്കെ പഠിച്ചിട്ട് 10,000-20,000 രൂപയ്ക്കൊക്കെ ജോലിക്ക് പോകുന്നൊരവസ്ഥ. ഈ പുള്ളിയൊക്കെ ഡെയിലി 2000 രൂപ 3000 രൂപയാണ് ഉണ്ടാക്കുന്നത്. ഒന്നും പഠിച്ചിട്ടില്ല. വല്ലതും 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ പഠിച്ചിട്ട് ഇത് കൂടെ ഒരു മെഷീനും മേടിച്ച് 1 ലിറ്റർ ഡീസലും കുറച്ച് കരിമ്പും മതി. 3000 രൂപ 4000 രൂപ ഡെയിലി ഉണ്ടാക്കാം. ഇതൊക്കെ ആലോചിക്കുമ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പോയി പഠിച്ച അവസ്ഥയെ ആലോചിക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. അങ്ങനെ നല്ല തണുത്ത കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണ്.